ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെയും ചാടിയ ചട്ടിയിലെന്നല്ലേ. അങ്ങനെ വല്ലാണ്ട് ചാടിയിട്ടുള്ള ചെമ്മീൻ എടുത്ത് ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ 2 പാക്കറ്റ് ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ആദ്യമേ തന്നെ അതിൻ്റെ തലയുടെ കൂർത്ത ഭാഗവും വാൽ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇതിപ്പോൾ ചെമ്മീൻ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. ഇതുണ്ടെങ്കിൽ ചോറിന് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാം അങ്ങ് കളഞ്ഞെടുത്തതിന് ശേഷം അതിലോട്ടൊരു 1/2 സ്പൂൺ ഉപ്പും നല്ല തിളച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഒന്ന് മറിച്ചതിന് ശേഷം 2-3 പ്രാവശ്യം സാധാ പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള ചെമ്മീനിലോട്ട് ഒരു 1/4 സ്പൂൺ ഉപ്പും പിന്നെ 1 സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം അതവിടെ കിടക്കട്ടെ. അത് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. മിക്സിയുടെ ചെറിയ ജാറങ്ങ് എടുത്തോളൂ. അതിലോട്ട് ഒരു പിടി ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ 7-8 അല്ലി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ട് അതും ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇടുക്കലിലിട്ട് ചതച്ചെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും ചെയ്തെടുത്താൽ മതി. അതേ ജാറിലോട്ട് തന്നെ ഞാനിത് ഒരു വലിയ തക്കാളി എടുത്തിട്ട് അതും അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ട് അരച്ചെടുക്കണേ. അപ്പോൾ തക്കാളിൻ്റെ ഇതുപോലെ നല്ലോണം അരച്ചെടുത്തതിന് ശേഷം അതും ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചെമ്മീനിലോട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ചെമ്മീൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് നേരം ആകുമ്പോൾ തന്നെ ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ടാവേ. അപ്പോൾ ഞാനിത് ചെമ്മീൻ എണ്ണയിൽ നിന്ന് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണ കളയാൻ നിൽക്കണ്ട കേട്ടോ. ആ എണ്ണയിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ എണ്ണയിലോട്ട് ഞാനിത് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ചെറിയുള്ളി അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ആ ചെറിയുള്ളിയുടെ പച്ചമണക്ക് മാറുന്നത് വരെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ തക്കാളി പേസ്റ്റ് ചേർക്കാനായിട്ട്. തക്കാളി കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിത് ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഒരൽപ്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വായിച്ചെടുക്കലൊക്കെ ഒരു ലോ ഫയറിലിട്ടിട്ട് വേണേൽ ചെയ്തെടുക്കാനായിട്ട്. ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും കേട്ടോ. പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ ഞാനിത് ഇളക്കി കൊടുത്ത് ഇതുപോലെ എല്ലാത്തിൻ്റെ സ്മെല്ലൊക്കെ മാറി വരുന്ന സമയത്ത് 1 സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കറിവേപ്പില കൂടെ ഇട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പൊടികളുടെ സ്മെല്ലും ഒന്ന് മാറിക്കിട്ടണേ. അപ്പോൾ ഇതുപോലെ കുറച്ച് നേരം ഇളക്കി കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത്. ചെമ്മീനൂടെ ഇട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളുമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് നേരം ഇളക്കി കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ മൂടി വെക്കണേ. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ചെറു തീയിലിട്ടിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഇതവിടെ കിടക്കട്ടെ. ഒരു 5-10 മിനിറ്റൊക്കെ ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പിന്നെ കൃഷ്ണ അവ്യൂ എന്നുള്ള നമ്മുടെ ഈ ഒരു പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.